നമസ്കാരം, ഞാൻ മനോജ് നെടിയാക്കൽ. പുതിയൊരു വീഡിയോയിലേക്ക് എല്ലാവർക്കും സ്വാഗതം. റബ്ബർ ഷീറ്റിന് ക്ഷാമം, റബ്ബർ വില കുതിച്ചു കയറുന്നു. വിലയിൽ റെക്കോർഡും കടന്ന് റബ്ബർ വ്യാപാരം മുന്നോട്ട്. ഓപ്പൺ വിപണിയിൽ റബ്ബർ വ്യാപാരം റെക്കോർഡുകൾ കടന്നു മുന്നേറുന്നു. കഴിഞ്ഞ ദിവസം RSS 4 റബ്ബറിന് കിലോയ്ക്ക് 262 രൂപയ്ക്കാണ് വ്യാപാരം നടന്നത്. വെള്ളിയാഴ്ച രാവിലെ 260 രൂപയ്ക്കാണ് ഡീലർമാർ വ്യാപാരം തുടങ്ങിയത്. പിന്നീട് 262 രൂപ വരെ എത്തി. വ്യാഴാഴ്ച 258 രൂപയ്ക്കാണ് വ്യാപാരം നടന്നത്. റബ്ബർ ബോർഡ് വിലയും 2 രൂപ ഉയർന്നു. കഴിഞ്ഞ ദിവസം 253 രൂപയായിരുന്നത് വെള്ളിയാഴ്ച 255 രൂപയായി. അന്താരാഷ്ട്ര വിലയിൽ കുതിപ്പ് തുടരുകയാണ്. RSS 3-ന് വെള്ളിയാഴ്ച കിലോ 288 രൂപ 62 പൈസയായിരുന്നു. 4 രൂപയാണ് ഒരു ദിവസം കൊണ്ട് വർദ്ധിച്ചത്. ഉൽപാദനക്കുറവും വിപണിയിലെ ആവശ്യകതയും കാരണം വില ഇനിയും ഉയരുമെന്നാണ് സൂചന. മാർക്കറ്റിൽ ആവശ്യത്തിന് ഷീറ്റ് മാർക്കറ്റിലെത്തുന്നില്ലെന്ന് വ്യാപാരികൾ പറയുന്നു. ചെറുകിട കർഷകർക്ക് ആവശ്യത്തിന് സ്റ്റോക്കില്ല. കാലാവസ്ഥാ വ്യതിയാനവും ഉൽപാദനക്കുറവിന് കാരണമായി. ഇപ്പോൾ എല്ലാ ദിവസവും മഴയാണ്. ടാപ്പിംഗ് കർഷകർ ഇതുവരെയും ആരംഭിച്ചിട്ടില്ല. കുറച്ച് ആൾക്കാർ മാത്രമാണ് ടാപ്പിംഗ് പുനരാരംഭിച്ചിരിക്കുന്നത്. കേരളത്തിൽ റബ്ബർ വില 300 രൂപ കടക്കാൻ സാധ്യതയെന്നാണ് വിപണിയിൽ നിന്നുള്ള അറിവ്. അപ്പോൾ അങ്ങനെയാണെങ്കിൽ കർഷകർ ആഗ്രഹിച്ച വില തന്നെയാണ് ഈ 300 രൂപ എന്ന് പറയുന്നത്. അപ്പോൾ 300 രൂപയാണെങ്കിൽ പല തോട്ടങ്ങളും ടാപ്പിംഗ് പുനരാരംഭിക്കും. ഒരുപാട് തോട്ടങ്ങൾ വർഷങ്ങളായിട്ട് ടാപ്പിംഗ് നിർത്തിയിട്ടിരിക്കുന്ന തോട്ടങ്ങളുണ്ട്. ആ തോട്ടങ്ങളെല്ലാം ഇനിയിപ്പോൾ ടാപ്പിംഗ് പുനരാരംഭിക്കുമ്പോൾ വിപണിയിലോട്ട് കൂടുതൽ റബ്ബർ ഷീറ്റ് എത്തുകയും ചെയ്യും. ഈ വർഷം കാലവർഷം നേരത്തെ എത്തുമെന്നാണ് അറിവ്. അപ്പോൾ റെയിൻ ഗാർഡ് ഇടുന്നവർ ഇപ്പോൾ ഇടേണ്ട സമയമാണ്. ഈ തോട്ടം തന്നെ കണ്ടില്ലേ, വർഷങ്ങളായിട്ട് ടാപ്പിംഗ് നിർത്തിയിട്ടിരുന്നൊരു തോട്ടമാണ്. ഇപ്പോൾ റബ്ബർ വില കുതിച്ചു കയറി എന്ന് കേട്ടപ്പോൾ ടാപ്പിംഗ് പുനരാരംഭിച്ചിരിക്കുകയാണ്. റബ്ബർ വില 300 രൂപ എത്തുകയാണെങ്കിൽ റബ്ബർ തോട്ടത്തിൻ്റെ ഡിമാൻഡ് പഴയതുപോലെ വീണ്ടും വർദ്ധിക്കാനാണ് സാധ്യത. ഇതോടുകൂടി വീഡിയോയുടെ പൂർണ്ണമാകുന്നു. മറ്റൊരു വീഡിയോയുമായിട്ട് ഉടനെ എത്താം. എല്ലാവർക്കും എൻ്റെ നന്ദി.